പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. ഇറാൻ മണ്ണിൽ അമേരിക്ക നടത്തിയ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പകരമായി കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഒരേ സമയം ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇരുപക്ഷവും തമ്മിലുള്ള ഈ പുതിയ സൈനിക ഏറ്റുമുട്ടൽ മേഖലയിലെ പൂർണ്ണമായും തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിന്റെ നിലയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. വർഷങ്ങളായി പുകയുന്ന സംഘർഷം നിയന്ത്രണാതീതമായി പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത പ്രകോപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിന് കൃത്യമായ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ വ്യോമാക്രമണം നടത്തിയത്. മിസൈലുകളും സമുദ്ര വ്യോമ നിരീക്ഷണങ്ങളെ വെട്ടിച്ച കടന്നുപോകാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ഈ സൈനിക നീക്കം. ഇത് പശ്ചിമേഷ്യയിലെ നയതന്ത്ര സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണ്. കുവൈറ്റിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരങ്ങളിൽ ഒന്ന് നടന്നത്. അവിടെയുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന വെടിക്കോപ്പ് ശാലകളും മറ്റ് സാങ്കേതിക സൗകര്യങ്ങളും തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നു. ശത്രുവിന്റെ ശക്തി കേന്ദ്രത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രഹരിക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ സൈനിക ശേഷിയുടെ തെളിവാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഈ ആക്രമണം അമേരിക്കൻ സൈന്യത്തിന് ആയുധ ലഭ്യതയുടെ കാര്യത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ആക്രമണം നേരിട്ട വിവരം കുവൈറ്റ് ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി രംഗത്തിറങ്ങുകയും അതിർത്തി കടന്നെത്തിയ പല ശത്രു ഡ്രോണുകളെയും വിജയകരമായി പ്രതിരോധിക്കുകയും ചെയ്തതായി കുവൈറ്റ് വ്യക്തമാക്കി. എങ്കിലും തന്ത്രപ്രധാനമായ ചില അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവർ സമ്മതിക്കുന്നുണ്ട്. സ്വന്തം മണ്ണിലെ വിദേശ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കുവൈറ്റിനെ കടുത്ത സുരക്ഷാ ഭീതിയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. കുവൈറ്റിനു പുറമെ ബഹ്റൈനിലെയും ജോർദാനിലെയും US സൈനിക ഇൻസ്റ്റലേഷനുകൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണങ്ങൾ ഉണ്ടായി. US-ന്റെ 5ാം നാവിക വ്യൂഹത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനെ ലക്ഷ്യമിട്ടത് അമേരിക്കയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ജോർദാനിൽ ഇതിനകം തന്നെ ദുർബലമായ സുരക്ഷാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ വീണ്ടും ആക്രമണം ഉണ്ടായത് അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ പുതിയ സൈനിക നീക്കത്തിലൂടെ ഒരേ സമയം ഒന്നിലധികം മുന്നണികൾ ഒരേ തീവ്രതയോടെ യുദ്ധം ചെയ്യാനുള്ള തങ്ങളുടെ ശേഷിയാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന അത്യാധുനിക റഡാറുകളെയും വ്യോമ പ്രതിരോധ കവചങ്ങളെയും നിഷ്പ്രഭമാക്കാൻ തങ്ങളുടെ മിസൈലുകൾക്ക് കഴിഞ്ഞുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ ഇനിയൊരു ഏകപക്ഷീയമായ സൈനികാധിപത്യം അമേരിക്കയ്ക്ക് സാധ്യമല്ലെന്ന കൃത്യമായ പ്രഖ്യാപനമാണിത്. വാഷിംഗ്ടണും പെന്റഗണും ഈ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ സഖ്യരാജ്യങ്ങളുടെ മണ്ണിലുള്ള താവളങ്ങൾ ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത് ലോകവേദിയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ സൈനികർക്കും ആയുധങ്ങൾക്കും സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം US പ്രതിരോധം പതറുകയാണെന്ന വിമർശനം ഇതിനകം തന്നെ ആഭ്യന്തരമായി ഉയർന്നു കഴിഞ്ഞു. ഇതിനോട് ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചില്ലെങ്കിൽ അത് കൂടുതൽ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. പ്രാദേശിക സംഘർഷത്തിന്റെ വ്യാപ്തി വരും ദിവസങ്ങളിൽ ഭീതിജനകമായ രീതിയിൽ വർദ്ധിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകൾ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിലെ അസ്ഥിരത ആഗോള ഇന്ധന വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കയ്ക്ക് താവളങ്ങൾ അനുവദിച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി അമേരിക്കൻ സൈന്യത്തിന് നൽകിയിട്ടുള്ള പിന്തുണ തുടരണമോ എന്ന കാര്യത്തിൽ പല ഭരണാധികാരികളും പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കയെ സഹായിക്കുന്നത് തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് ഇറാന്റെ മിസൈലുകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. ഇത് മേഖലയിലെ നയതന്ത്ര സഖ്യങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ഇറാന്റെ തന്ത്രപരമായ ഈ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു വൻ ശക്തികളുടെ പരോക്ഷമായ പിന്തുണയുണ്ടാകാമെന്നാണ് പാശ്ചാത്യ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിലും തന്ത്രങ്ങളിലും ഇറാൻ കൈവരിച്ച ഈ മുന്നേറ്റം പെട്ടെന്നുണ്ടായതല്ല. ആഗോളതലത്തിൽ അമേരിക്കൻ മേധാവിത്വത്തെ ചെറുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ശക്തികളുടെ രാഷ്ട്രീയവും സൈനികവുമായ സഹായം ഇറാന് കരുത്തു പകരുന്നുണ്ടെന്ന വാദത്തെ തള്ളിക്കളയാനാവില്ല. അമേരിക്കയ്ക്ക് തങ്ങളുടെ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വൻതോതിൽ സൈനിക വിന്യാസം മാറ്റേണ്ടി വരും.
കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും കോടിക്കണക്കിന് ഡോളർ വീണ്ടും ചെലവഴിക്കേണ്ടി വരും. തുടർച്ചയായ യുദ്ധമുഖങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇത് കനത്ത ആഘാതമായിരിക്കും സൃഷ്ടിക്കുക. ഇരുപക്ഷവും ഒന്നിനു പിറകെ ഒന്നായി നടത്തുന്ന ഈ പ്രതികാര നടപടികൾ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ സാധ്യതകളെയും അടച്ചുകളയുന്നതാണ്. അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പൂർണ്ണമായ പ്രതികാരം വീട്ടാതെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ സൈനിക നേതൃത്വം. US സൈന്യത്തിന്റെ പ്രധാന വെടിക്കോപ്പ് തകർത്തതിലൂടെ ആ പ്രദേശങ്ങളിലെ താൽക്കാലിക സൈനിക നീക്കങ്ങളെ മന്ദഗതിയിലാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ആവശ്യമായ ഇന്ധനവും ആയുധങ്ങളും എത്തിക്കുന്നത് കടുത്ത വെല്ലുവിളിയാകും. ഈ തന്ത്രപരമായ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഈ സംഘർഷത്തോടെ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിലാണ് ജനങ്ങൾ കഴിയുന്നത്. വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും മേഖലയിലെ രാജ്യങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വൻ യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന അഭയാർത്ഥി പ്രവാഹത്തെ താങ്ങാൻ മിഡിൽ ഈസ്റ്റിന് കഴിയില്ല. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ജോർദാനിലെയും US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിനെ ഒരു മഹാസ്ഫോടനത്തിന്റെ അരികിൽ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തങ്ങളുടെ താവളങ്ങൾ ഇനിമേൽ സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇറാന് കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈനിക നീക്കങ്ങളായിരിക്കും ഈ ലോകത്തിന്റെ സമാധാന അന്തരീക്ഷം നിർണ്ണയിക്കുക.